ഈ രാംലല്ല വിഗ്രഹത്തിന്റെ പൂജാ ചടങ്ങുകളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. സ്നാനമടക്കമുള്ള വിവിധ നദികളിൽ നിന്ന് കൊണ്ടുവന്ന ജലം, പുണ്യതീർത്ഥ നദികളിൽ നിന്ന് കൊണ്ടുവന്ന ജലം അടക്കം ഉപയോഗിച്ചാണ് ഈ സ്നാന പുരോഗമിക്കുന്നത്. രാംലല്ല വിഗ്രഹത്തിന്റെ പ്രത്യേകതകൾ ഒരുപാട് വാർത്തകളിൽ വന്നതാണ്. ഏതാണ്ട് 150 മുതൽ 200ഓളം കിലോ ഭാരമുള്ള വിഗ്രഹമാണ്. അതിന് ചിത്രങ്ങൾ, മുഖം മറച്ചുള്ള ചിത്രങ്ങളൊക്കെ പുറത്തു വന്നു. നമ്മുടെ നാഷണൽ ചാനൽ ഈ ചിത്രങ്ങൾ പുറത്തുവിട്ടിരുന്നു. അങ്ങനെ ഏറെ പ്രത്യേകതയുള്ള ഒരു വിഗ്രഹം കൂടിയാണ് ഇത്. ഇതിന്റെ പൂജാ ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. ഒപ്പം 21-നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇവിടെ എത്തുക. 21-ന് എത്തുകയും അദ്ദേഹം ഇപ്പോൾ ഇന്ന് ചെന്നൈയിലാണുള്ളത്. ചെന്നൈയിൽ നിന്ന് തമിഴ്നാട്ടിലാണ്. അവിടെ നിന്ന് അദ്ദേഹം ചില സംസ്ഥാനങ്ങളിൽ അദ്ദേഹം പര്യടനം നടത്തുന്നുണ്ട്. അതിനുശേഷമാകും ഇവിടേക്ക് എത്തുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിൽ ചില വിവരങ്ങൾ പുറത്തു വരുന്നത് അദ്ദേഹത്തിന്റെ ചില നമുക്കറിയാം നാസിക്കിൽ അദ്ദേഹം വ്രതാനുഷ്ഠാന ചടങ്ങുകൾ 12 ദിവസത്തെ വ്രതം അനുഷ്ഠാന ചടങ്ങുകൾ തുടങ്ങിയിരുന്നു. 11 ദിനത്തെ വ്രതമാണ് അത്. ശ്രീരാമത്തിന്റെ പ്രാണപ്രതിഷ്ഠയ്ക്ക് മുന്നോടിയായാണത്. തറയിൽ കമ്പിളി പുതപ്പ് വിരിച്ചായിരിക്കും പ്രധാനമന്ത്രി ഉറങ്ങുക. കരിക്കിൻ വെള്ളം മാത്രം കുടിക്കും. പ്രത്യേക ആചാരങ്ങളും മതനിയമങ്ങളും പാലിച്ച ദിവസങ്ങൾ കഴിയും. അപ്പം വിവിധ ക്ഷേത്രങ്ങളിൽ സന്ദർശനം നടത്തും. അതിരാവിലെ പ്രാർത്ഥനകൾക്കായി എഴുന്നേൽക്കും. ധ്യാനത്തിൽ മുഴുകും. ഈ ഉള്ളിയും വെളുത്തുള്ളിയും അടക്കമുള്ള ഭക്ഷണ സാധനങ്ങൾ ഒഴിവാക്കിയുള്ള സ്വാത്വിക ഭക്ഷണമായിരിക്കും അദ്ദേഹം കഴിക്കുക. വിവിധ ക്ഷേത്രങ്ങൾ സന്ദർശിക്കും രാജ്യത്തുടനീളം. അതിന്റെ ഭാഗമായാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം ഈ തൃപ്രയാർ ക്ഷേത്രത്തിലും ഗുരുവായൂരിലും മറ്റും എത്തിയത് എന്ന വിവരങ്ങളും പുറത്തു വന്നിരുന്നു. ആന്ധ്രാപ്രദേശിലെ ലേപാക്ഷിയിലെ വീരഭദ്ര ക്ഷേത്രത്തിലും നാസിക്കിലെ കലാറാം ക്ഷേത്രത്തിലും അദ്ദേഹം സന്ദർശനം നടത്തിയിരുന്നു. അങ്ങനെ പ്രധാനമന്ത്രിയും വലിയ ഒരുക്കത്തിലാണ്. കാരണം പ്രധാനമന്ത്രി അടക്കം 5 പേർക്ക് മാത്രമാണ് അന്ന് ഈ രാം ക്ഷേത്രത്തിലേക്ക് പ്രവേശനം ഉണ്ടാവുക. 22-ന്റെ പ്രാൺ പ്രതിഷ്ഠാ ദിവസം അതിന്റെ ഈ പ്രധാനമന്ത്രി ഉണ്ടാകും, UP മുഖ്യമന്ത്രി ഉണ്ടാകും, ആനന്ദിബെൻ പട്ടേൽ UPയിലെ ഗവർണർ ഉണ്ടാകും, ഒപ്പം ഈ ക്ഷേത്ര ട്രസ്റ്റിന്റെ ഭാരവാഹി പ്രസിഡന്റ് ഉണ്ടാകും, ഒപ്പം ഈ RSSന്റെ സർവ്വസംഘ ചാലക് ഉണ്ടാകും. അവർക്ക് മാത്രമാണ് പ്രവേശനം. അപ്പോൾ അതനുസരിച്ചുള്ള വ്രതക്രമങ്ങളടക്കം ഇവർ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണുന്നത് ദർശനമൊക്കെ കഴിഞ്ഞ് രാവിലെ 6 മണിക്കാണ് ഇവരൊക്കെ എത്തുക. ദർശനം കഴിഞ്ഞ് പുറത്തേക്ക് വരുന്ന ഈ രാമഭക്തരെയാണ്. അങ്ങനെ ഇന്നും വലിയ തിരക്ക് ഇവിടെ പ്രതീക്ഷിക്കുന്നു. കാരണം ഇന്ന് ദർശനത്തിന്, നേരത്തെ പറഞ്ഞതുപോലെ പൊതുജനങ്ങൾക്കായി ദർശനം നടത്താനുള്ള അവസാന ദിവസമാകുമ്പോൾ വലിയ തിരക്ക് ഇന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. നമുക്ക്